ഞങ്ങളെപ്പോലുള്ള ഞങ്ങളുടെ പൂർവികന്മാരെയൊക്കെ ക്രിസ്ത്യാനികളാക്കിയത് ഇങ്ങനെ അരിയും ഗോതമ്പും തുണിയും ഒക്കെ കാണിച്ച് പ്രലോഭിപ്പിച്ചിട്ടാണ്. അതിൻ്റെ ഒരു സംസ്കാരം, ഒരു പാരമ്പര്യ ബോധം ഞങ്ങളുടെ മതത്തിലുള്ളവരുടെ ഉള്ളിൽ ഇന്നും അവശേഷിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് കത്തോലിക്ക മതം ഇപ്പോഴും ഇങ്ങനെ തളരാതെ, അല്ലെങ്കിൽ എണ്ണമൊക്കെ കുറഞ്ഞു പോകുന്നു എന്നുള്ളത് ശരിയാണ്, അവർ വിലപിക്കുന്നുണ്ട്, എങ്കിലും ഇപ്പോഴും അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു പാരമ്പര്യത്തിൽ നിന്ന്. ഉണ്ണാനും ഉടുക്കാനും ഇല്ലാത്തവരെ ആണ് ആദ്യകാലങ്ങളിലൊക്കെ ഈ മതത്തിൽ ചേർത്തിട്ടുള്ളത്. അങ്ങനെ ആടിനെയൊക്കെ ഇങ്ങനെ തീറ്റ കാണിച്ച് കൊണ്ടുപോകുന്നത് പോലെ കത്തോലിക്ക മതത്തിലേക്ക് കൊണ്ടുപോകുന്ന, അങ്ങനെ ചേർന്നിട്ടുള്ളവരുടെ പിൻഗാമികളാണ് ഞങ്ങൾ. അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ അങ്ങ് ഉപേക്ഷിച്ച് പോരാൻ താല്പര്യമില്ല. അതുകൊണ്ടാണ് പലരും അവിടെ ഇപ്പോഴും കടിച്ചു തൂങ്ങി കിടക്കുന്നത്. നാം ഉൾപ്പെട്ട് നിൽക്കുന്ന ഈ രാജ്യത്തിന്റെ സംസ്കാരം വളരെ ശ്രേഷ്ഠമായിരുന്നു, മഹത്തരമായിരുന്നു എന്നൊക്കെ ചിലർ ഇന്ന് പെരുമ്പറ മുഴക്കുമ്പോൾ നാം അറിയണം ഇതിന്റെ യഥാർത്ഥ സംസ്കാരം എങ്ങനെയായിരുന്നു. അന്ന് മിഷണറിമാരുടെ ദയ കൊണ്ട് മാത്രം വംശനാശത്തിൽ നിന്ന് രക്ഷപ്പെട്ട അതേ ദളിത് വിഭാഗത്തിന്റെ പിൻതലമുറക്കാരാണ് ക്രൈസ്തവരെ ആക്രമിക്കാൻ മുൻപന്തിയിലുണ്ടായത്. കുരലിട്ട് ഇടിച്ച് അത് രാത്രി തന്നെ കഞ്ഞി വെച്ച് കുടിച്ച് കിടന്നുറങ്ങുമ്പോഴേക്കും ഒരു 2 മണിയൊക്കെ ആകും. എന്നിട്ട് 4-4:30 ആകുമ്പോൾ എഴുന്നേറ്റ് പിന്നെയും കൊയ്യാൻ പോകും. ഈ കഥകളൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നോട് ചെറുപ്പത്തിൽ. അതുകൊണ്ടാണ് ഈ പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ എനിക്ക് അങ്ങ് രക്തം തിളച്ചു വരുന്നത്. ഇതിനെ നെറികെട്ട സംസ്കാരം എന്ന് ഞാൻ വിളിക്കുന്നതിന്റെ കാരണം അതാ. ആഹാരത്തിന്റെ രാഷ്ട്രീയം എന്ന ഈ ചെറിയ പ്രബന്ധം ഇതിലൂടെ ഞാൻ നിങ്ങളുടെ മുമ്പാകെ വരച്ചു കാണിക്കാൻ ആഗ്രഹിക്കുന്നത്, ക്രൈസ്തവ മിഷണറിമാരെ കുറിച്ച് ഹിന്ദുത്വ ശക്തികൾ കാലാകാലങ്ങളായി ഉന്നയിച്ചു വരുന്ന ഒരു ആരോപണമുണ്ട്. പാൽപ്പൊടിയും ഗോതമ്പും കൊടുത്ത് മതം മാറ്റാൻ വേണ്ടി ഇവിടേക്ക് വന്നവരാണെന്നുള്ളത് മിഷണറിമാരെ കുറിച്ച് സാധാരണ അവർ പറയുന്ന ആരോപണമാണ്. ആ ആരോപണത്തിൻ്റെ പുറകിലെ വസ്തുതകൾ, അതിൻ്റെ കാതൽ എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അതുപോലെ കഴിഞ്ഞ നൂറ്റാണ്ട് വരെയുള്ള കാലത്ത് ഇന്ത്യയിൽ ജനങ്ങൾ എങ്ങനെയാണ് ജീവിച്ചിരുന്നത്, അവരുടെ ഭക്ഷണം എങ്ങനെയായിരുന്നു, മിഷണറിമാരെങ്ങനെയാണ് ആ ഭക്ഷണ സംസ്കാരത്തിൽ മാറ്റം വരുത്തിയത് തുടങ്ങിയ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുമ്പാകെ ചെറിയ പ്രബന്ധത്തിൽ അവതരിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യത്തെ 2-3 ശതകങ്ങൾ വരെ, എന്ന് വെച്ചാൽ 1920-30 ചിലപ്പോൾ 40 വരെയൊക്കെ നമ്മൾ നോക്കിയാൽ കാണാം. ആ കാലം വരെ നമ്മുടെ ഈ കേരളത്തിൽ ലഭ്യമായിരുന്ന ദളിത് വിഭാഗങ്ങൾക്ക് അല്ലെങ്കിൽ അവർണ ജനവിഭാഗങ്ങൾക്ക് ലഭ്യമായിരുന്ന ആഹാരം എന്ന് പറയുന്നത് തിന, കൂവരക് പോലെയുള്ള ധാന്യങ്ങൾ, പിന്നെ ചില കിഴങ്ങ് വർഗ്ഗങ്ങൾ, പിന്നെ എലി, ഓന്ത്, പെരിച്ചാഴി തുടങ്ങിയ ജന്തുക്കൾ, ഇതൊക്കെയായിരുന്നു. ഇതൊക്കെ ഈ പുസ്തകത്തിൽ, ഇത് ജാതി വ്യവസ്ഥയും കേരള ചരിത്രവും എന്ന പുസ്തകമാണ്, PK ബാലകൃഷ്ണൻ എഴുതിയതാണ്. അദ്ദേഹം ധാരാളം ചരിത്രരേഖകൾ, അദ്ദേഹം കഥ പറഞ്ഞു പോകുന്ന ആളല്ല. ചില ചരിത്രകാരന്മാർ വെറുതെ റെഫറൻസ് ഒന്നുമില്ലാതെ കഥ പറഞ്ഞു പോകും. PK ബാലകൃഷ്ണൻ അങ്ങനെയല്ല, കൃത്യമായ റെഫറൻസ് സഹിതം ധാരാളം ചരിത്രരേഖകളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം വിവരിച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. നാം ഉൾപ്പെട്ട് നിൽക്കുന്ന ഈ രാജ്യത്തിന്റെ സംസ്കാരം വളരെ ശ്രേഷ്ഠമായിരുന്നു, മഹത്തരമായിരുന്നു എന്നൊക്കെ ചിലർ ഇന്ന് പെരുമ്പറ മുഴക്കുമ്പോൾ നാം അറിയണം ഇതിന്റെ യഥാർത്ഥ സംസ്കാരം എങ്ങനെയായിരുന്നു. ഇന്ന് കാണുന്ന അഭിമാനിക്കാവുന്ന വിധത്തിലേക്ക് ഈ സംസ്കാരത്തെ എങ്ങനെയാണ് മാറ്റിക്കൊണ്ടുവന്നതെന്ന്. ഒരു സംസ്കാരത്തിന്റെ മേന്മ അളക്കപ്പെടുന്നത് ആ സംസ്കാരം അതിലുള്ളവർക്കും അതിന് പുറത്തുള്ളവർക്കും എന്ത് നൽകി എന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം. അല്ലാതെ കേവലം വാചാടോപത്തിന്റെ, വാചക കസരത്തിന്റെ പുറത്തായിരിക്കരുത്. വാചക കസരത്തിൽ ആർക്കും പറയാം ഞങ്ങളുടെ സംസ്കാരം മെച്ചമാണെന്ന്. ക്ഷാമത്തിലും അതുപോലെ പട്ടിണി, പോഷകാഹാരക്കുറവ്, ഇങ്ങനെയുള്ളതിലൊക്കെ വലഞ്ഞു നിരുന്ന ഒരു സമൂഹമായിരുന്നു ഇന്ത്യൻ സമൂഹം. അങ്ങനെയുള്ള ഈ ഇന്ത്യയിൽ പ്രത്യേകിച്ച് ദളിത് സമൂഹം, ആ ദളിത് സമൂഹത്തിന് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുക മാത്രമല്ല, ക്ഷാമത്തിൻ്റെ സമയങ്ങളിൽ നാം ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ മഹാക്ഷാമങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. ആ ക്ഷാമത്തിൻ്റെയൊക്കെ സമയത്ത് മിഷണറിമാരെങ്ങനെയാണ് പല ദളിത് വംശങ്ങളെയും അവരുടെ ആ വംശനാശത്തിൽ നിന്ന് രക്ഷിച്ചത് എന്നുള്ള കാര്യമൊക്കെ നമുക്ക് ചരിത്രം പരിശോധിച്ചാൽ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവിടെ ഭക്ഷ്യക്ഷാമം ഉണ്ടായെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഇവിടുത്തെ ജാതി വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടാണ്. തൊട്ടുകൂടായ്മ എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടായിരുന്നു ഇവിടെ. ഓരോ മനുഷ്യൻ ആ ജാതിയുടെ അടിസ്ഥാനത്തിൽ ഇത്ര അടി ദൂരെ എന്നുള്ളതാണ്.
32 അടി ദൂരെ, 64 അടി, 90 അടി, അങ്ങനെയൊക്കെ ദൂരെയാണ്. അപ്പോൾ പുലയര് പുലയര് മാത്രമല്ല, പറയരൊക്കെ ഇവിടെ പല വിഭാഗക്കാരുണ്ടായിരുന്നു. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പുലയര് പാടത്ത് പണിക്കിറങ്ങുമ്പോൾ പുലയർക്ക് മാത്രമേ ആ പാടത്ത് അവിടെ പണിയെടുക്കാൻ പറ്റുകയുള്ളൂ. വേറെ ഒരു ജാതിക്കാരനും അവരെ ഒന്ന് സഹായിക്കാൻ പറ്റില്ല, അവരെ കൂടെ ചേർന്ന് പണിയെടുക്കാൻ പറ്റില്ല. പറയരെന്ന് പറയുന്ന ജാതി പുലയരിൽ നിന്ന് 32 അടി അകലെ മാറി നിൽക്കണമെന്ന് മാത്രമല്ല, ഈ പറയനെങ്ങാനും പുലയനെ തൊട്ടുപോയാൽ പുലയൻ 3 കുളത്തിൽ 3 വട്ടം കുളിക്കണം. അങ്ങനെയായിരുന്നു വ്യവസ്ഥ. സെയിം സംഗതിയാണ്, പുലയൻ പറയനെ തൊട്ടാലും പറയനും ഇതുപോലെ തന്നെ പോയി കുളിക്കണം. ഇതുപോലെയൊക്കെ ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ കൃഷി ചെയ്യാൻ ആൾക്കാരില്ല. ഇന്നത്തെ ഒരുമിച്ച് ചേർന്ന് ഈ നാടിന് ആവശ്യമായ ഫുഡ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും വിഭവശേഷിയും ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ജാതി വ്യവസ്ഥ കാരണം ഇവിടെ കൃഷി നടന്നിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഇനി ഇവർക്ക് എന്തെങ്കിലും അവകാശങ്ങൾ ഉണ്ടായിരുന്നോ നോക്കിയാൽ, പത്മനാഭമേനോൻ കേരള ചരിത്രത്തിൽ പറയുന്നുണ്ട്, ഈ അധപ്പതിച്ച് ഈ ദരിദ്രവർഗങ്ങളുടെ അവകാശങ്ങളെ പറ്റി പറയുന്നത് അസംബന്ധമാണ്. ശരിയായ അർത്ഥത്തിൽ അവകാശമെന്നോ ആനുകൂല്യമെന്നോ പറയാവുന്ന യാതൊന്നും അവർക്കില്ല. മരിക്കാൻ, അതായത് ഭക്ഷണം കിട്ടാതെ മരിച്ചു പോകാൻ തീർച്ചയായും അവർ അനുവദിക്കപ്പെട്ടിരുന്നില്ല. യജമാനു വേണ്ടി എന്തെങ്കിലും ജോലിക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന കാലം വരെ എന്തായാലും നടപ്പില്ല. അത്രയും കൊണ്ട് അവരുടെ അവകാശങ്ങളോ ആനുകൂല്യങ്ങളോ അവസാനിക്കുന്നു. എന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഒരാളുടെ അടിമയാണെന്ന് വെച്ചോ, അടിമയാണെങ്കിൽ ഞാൻ മരിച്ചു പോയാൽ യജമാനാണ് നഷ്ടം. കാരണം ഒരു അടിമ ഇല്ലാതായി പോവുകയാണ്. അപ്പൊ മരിച്ചു പോകാതിരിക്കാൻ, ജീവൻ നിലനിർത്താൻ ആവശ്യമായ ഫുഡ് എനിക്ക് ലഭിച്ചിരുന്നു. ജീവൻ നിലനിർത്താൻ, കാരണം ഞാൻ ജീവൻ നിലനിർത്തിയെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് വേണ്ടി ഫ്രീ ആയിട്ട് സൗജന്യമായി ഞാൻ ജോലി ചെയ്യുകയുള്ളൂ. അതിനു വേണ്ടിയ ആ ഫുഡ് മാത്രമായിരുന്നു എൻ്റെ അവകാശം. അതിൻ്റെ അപ്പുറത്ത് ഒരു അടിമയ്ക്ക് ഇവിടെ അവകാശം ഉണ്ടായിരുന്നില്ല. ഇനി അവർക്ക് കൊടുത്തിരുന്ന കൂലിയെക്കുറിച്ച് ബുക്കാനൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1800 അദ്ദേഹം അത് പറയുന്നത്. അവിടെ പറയുന്നത്, പുലയരിലെ സ്ത്രീക്കും പുരുഷനും അവർക്ക് പ്രയത്നിക്കാൻ കഴിയുന്ന കാലത്ത് 2 ഇടങ്ങഴി നെല്ല് ആഴ്ചയിൽ കൂലിയായി ലഭിക്കും. കുട്ടികൾക്കും വയസ്സന്മാർക്കും ഇതിൻ്റെ പകുതിയാണ് കൂലി. ഒരിടങ്ങഴി എന്ന് പറഞ്ഞാൽ 800 ഗ്രാമാണ്. 2 ഇടങ്ങഴി എന്ന് പറഞ്ഞാൽ 1600 ഗ്രാം നെല്ല്. അരിയല്ല, നെല്ലാണ്. ഈ നെല്ല് അവർ വീട്ടിൽ കൊണ്ടുപോയിട്ട് വറുത്ത് അത് കഴിഞ്ഞ് അത് കുത്തി അരിയാക്കിയിട്ടാണ് പിന്നെ അവർ കഞ്ഞിയോ അല്ലെങ്കിൽ ചോറാക്കാൻ പറ്റില്ല, കഞ്ഞിയാണ്, അധികവും വെള്ളമായിരിക്കും അതിൽ, അങ്ങനെ കഴിക്കുന്നത്. അപ്പോൾ ഒരാഴ്ചത്തേക്കുള്ള കൂലിയാണ് 1600 ഗ്രാം നെല്ല്. അത് ചെറുപ്പ പ്രായത്തിൽ, യുവത്വത്തിന്റെ പ്രായത്തിൽ, കുഞ്ഞായിരിക്കുന്ന സമയത്ത് ഒരിടങ്ങഴി, വാർദ്ധക്യത്തിലെത്തിയാലും ഒരിടങ്ങഴി, ഒരാഴ്ചയിലാണ്. അത്രയും അവർക്ക് കൊടുത്തിരുന്നുള്ളൂ. മാത്രമല്ല, KT രജികുമാർ അടിമ വ്യാപാര നിരോധനം എന്ന പുസ്തകത്തിൽ അതിൻ്റെ 14-ാമത്തെ പേജിൽ അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്: അടിമകളായ പുരുഷന്മാർ കീറിപ്പറഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ചിരുന്നു. രോഗങ്ങൾ മൂലം വളരെ കഷ്ടങ്ങൾ സഹിച്ചിരുന്നു. അവരുടെ കുടിലുകളിലെ പൊടിയും അഴുക്കും ശരീരത്ത് ചൊറിച്ചിലും കൃമികളും ഉണ്ടാക്കുന്നു. അതുമൂലം പകൽ വിശ്രമവും രാത്രി ഉറക്കവും ഇല്ലാതെയാകുന്നു. അവരുടെ ഇടയിൽ ചെല്ലുമ്പോൾ അഴുക്കും നാറ്റവും കാരണം ഒരു നാട്ടുകാരൻ തൻ്റെ തുണി കൊണ്ട് മൂക്ക് പൊത്തിപ്പിടിക്കണം. പ്രായമുള്ള അടിമകൾ ദിവസവും മുഴുവനും നിസ്സഹായരായി കിടക്കുന്നു. ക്ഷീണം കൊണ്ട് കഷ്ടപ്പെട്ട് മരിക്കുന്നു. കുട്ടികൾ ചൊറി, അതിസാരം, വിരശല്യം, ഭക്ഷണമില്ലായ്മ ഇവ കൊണ്ട് കഷ്ടപ്പെടുന്നു. മുതിർന്നവർ തലവേദന, വിശപ്പില്ലായ്മ, തുള്ളൽപ്പനി, അതിസാരം, ഇടവിട്ടുള്ള പനി ഇവ കൊണ്ടും കഷ്ടപ്പെടുന്നു. ഇവിടെ ഉണ്ടായിരുന്ന അവസ്ഥയാണ്, അടിമകളുടെ സ്ഥിതിയാണ്. ഇനി ഈഴവരുടെ സ്ഥിതി നോക്കാം. ഈഴവരുടെ കാര്യം നേരത്തെ പറഞ്ഞ വാർഡും കോർണറും അവരുടെ സർവേ മെമ്മോറിയൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതിങ്ങനെയാണ്: പറമ്പുകളുടെയും കൃഷിസ്ഥലങ്ങളുടെയും കൈവശക്കാരാകുവാൻ ഈഴവർ അനുവദിക്കപ്പെടുന്നുണ്ട്. ഏറ്റുകൃഷിക്കാരിലെ പ്രധാന വിഭാഗം അവരാണ്. പക്ഷെ പാട്ടവ്യവസ്ഥ പ്രകാരം അവർക്ക് അതിൽ നിന്നും മിച്ചമായി യാതൊന്നും തന്നെ കിട്ടുകയില്ലെന്ന് പറയാം. വിശ്രമസ്ഥാനമാകാൻ മതിയാകാത്ത ഒരു കുടിലല്ലാതെ ഈ കൈവശ ഭൂമി മറ്റ് യാതൊന്നും ഉറപ്പു ചെയ്യുന്നില്ല എന്നതാണ് വാസ്തവം. 12 മാസവും തേങ്ങയും മത്സ്യവും തിന്ന് അവർ പുലരുന്നുവെന്ന് പറയുന്നതിലും ഭേദം അല്പഭക്ഷണവുമായി അവർ എന്നും പട്ടിണി കിടക്കുന്നുവെന്ന് പറയുന്നതാണ്. ഇനി ഇതേ വാർഡൻ കോർണറിന്റെ സർവേ മെമ്മോറിയലിൽ തന്നെ പിന്നെ ഇത് പറയുന്നുണ്ട്. ഈ താഴ്ന്ന ജാതിക്കാരുടെ അഹോവൃത്തിയെക്കുറിച്ച് പറയുമ്പോൾ, അരി താഴ്ന്ന ജാതിക്കാരുടെ ഭക്ഷണ പദാർത്ഥമാകുന്നത് വർഷം പ്രതി അല്പനാളത്തേക്ക് മാത്രമാണ്. കൈവശം വരുന്ന അല്പമായ സ്റ്റോക്ക് തിന്നു തീരുന്ന പാടെ നട്ടു വളർത്തുന്ന കിഴങ്ങുകളും നാനാവിധം കാട്ടുകിഴങ്ങുകളും ഒരു തരം പനന്തടിയിൽ നിന്നെടുക്കാവുന്ന സാഗോപ്പൊടിയും അവർക്കുള്ള ഭക്ഷ്യമായി തീരുന്നു. മലവാര ഗോത്രങ്ങൾക്ക് കാട്ടുകിഴങ്ങുകൾ മാത്രമാണ് ഭക്ഷണം. വിവേചനമില്ലാത്ത വിശപ്പ് ഏതു തരം കാട്ടുകിഴങ്ങുകളും, പ്രത്യേകിച്ച് വെള്ളത്തിലെ ചെടികളുടെ കിഴങ്ങുകൾ ഭക്ഷ്യങ്ങളാക്കി മാറ്റുന്നു. കായലിൽ കഴുത്തറ്റം വെള്ളത്തിൽ നിന്ന് പുലയർ ഇവ തിരയുന്നത് കാണാം. ഇവ കൊണ്ടുള്ള പോരായ്മ എലി, ഓന്ത് എന്നീ ജീവികളാണ് നികത്തുന്നത്. തീരെ താഴ്ന്ന ജാതിക്കാർ അറപ്പുണ്ടാക്കുന്ന ഈ വിഭാഗത്തെ മിക്കപ്പോഴും ആശ്രയിക്കേണ്ടി വരുന്നു.
ഇത് പി കെ ബാലകൃഷ്ണൻ ജാതി വ്യവസ്ഥയും കേരള ചരിത്രവും എന്ന പുസ്തകത്തിന്റെ പേജ് 178 മുതൽ 181 വരെയുള്ള ഭാഗങ്ങളിലായിട്ട് ഇത് വിവരിച്ചിരിക്കുന്നതാണ്. അത് സർവേ മെമ്മോറിയൽ എന്നുള്ള ഭാഗം അദ്ദേഹം ഉദ്ധരിച്ചതാണ്. അപ്പൊ ഇതായിരുന്നു ഇവിടുത്തെ താഴ്ന്ന ജാതിക്കാരുടെ അല്ലെങ്കിൽ അവർണരുടെയൊക്കെ സ്ഥിതിവിശേഷം. അവരുടെ ഭക്ഷണം അങ്ങനെയായിരുന്നു. ഇന്ന് കാണുന്ന വിധത്തിലുള്ളൊന്നും ആയിരുന്നില്ല. ഇത് നമ്മൾ ശരിയായിട്ട് മനസ്സിലാക്കണം. അതുപോലെ തന്നെ വേറൊരു കാര്യം, നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒന്നാണ് ചങ്ങമ്പുഴയുടെ വാഴക്കുല. വളരെ സുപരിചിതമായിട്ടുള്ളൊരു കൃതി. നമുക്കറിയാം, മഴ വന്ന നാളിൽ മലയപ്പുലയൻ തൻ്റെ മാടത്തിൻ്റെ മുറ്റത്തൊരു വാഴ നട്ടു. അവരുടെ മനതാരിലെ ആശകൾ പോലെ അതിൽ കൂമ്പ് മുളച്ചു വന്നു. ആ വാഴ വളരുന്നത് നോക്കി മലയപ്പുലയൻ്റെ വീട്ടിലെ മക്കള് അവർ കൊതിയോടെ കാത്തിരിക്കുന്നു. ഈ വാഴ വലുതാകും, ഇത് കുലയ്ക്കും, ഇതിൽ നിന്ന് പഴം ഞങ്ങൾക്ക് കഴിക്കാം എന്നൊക്കെ അവർ കാത്തിരിക്കുന്നു. അവരുടെ പ്രതീക്ഷകളെയൊക്കെ പൂവണിയിച്ചുകൊണ്ട് വാഴ വലുതായി കുലച്ചു. അത് കായ്ച്ച് അത് കുലച്ച് അത് പഴുത്ത് വന്നപ്പോൾ തമ്പ്രാൻ്റെ ഓർഡർ വരുന്നു, ഇത് വെട്ടി തമ്പ്രാൻ്റെ അടുക്കിലേക്ക് അവിടെ വീട്ടിലേക്ക് കൊണ്ടു ചെല്ലണം. ഇതൊരു കവിത എന്ന് പറഞ്ഞ് നമുക്ക് തള്ളിക്കളയാൻ പറ്റുന്ന സംഗതിയല്ല. ആ കാലഘട്ടത്തിലെ വ്യവസ്ഥ അങ്ങനെയായിരുന്നു. അതൊരു സാധാരണ നാട്ടു നടപ്പായിരുന്നു. അങ്ങനെ ഈ കവിത നമ്മൾ കേട്ടിട്ടുള്ളത് കൊണ്ട് ഞാനിപ്പോൾ ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് വലിയ അത്ഭുതം തോന്നുകയല്ല. എന്നാൽ വാഴയുടെ കാര്യത്തിൽ മാത്രമല്ല, പശുവിൻ്റെ കാര്യത്തിലും ഇത് തന്നെയായിരുന്നു സ്ഥിതി. വാഴയുടെ കാര്യത്തിലല്ല, പശുവിൻ്റെ കാര്യത്തിലും ഇതാ സ്ഥിതി. പി ഭാസ്കരൻ ഉണ്ണിയുടെ 19-ാം നൂറ്റാണ്ടിലെ കേരളം എന്ന് പറയുന്ന പുസ്തകമുണ്ട്. വലിയ തടിച്ച പുസ്തകമാണ്, അതുകൊണ്ട് എനിക്ക് കൊണ്ടുവരാൻ പറ്റിയില്ല. ആ പുസ്തകത്തിനകത്ത് പി ഭാസ്കരൻ ഉണ്ണി അത് പശുവിനെ വളർത്താം പക്ഷെ കറക്കരുത് എന്നുള്ളൊരു തലക്കെട്ടിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിലിങ്ങനെയാണ്: ഈഴവരടക്കമുള്ള അവർണർക്ക് പശുക്കളെ തീറ്റാനല്ലാതെ പോറ്റാനോ കറക്കാനോ യാതൊരു അവകാശവും ഉണ്ടായിരുന്നില്ല. എന്നിട്ട് അദ്ദേഹം പറയുന്നത്, പശു പെറ്റു കഴിഞ്ഞാൽ അത് അന്തർജനം പെറ്റ പുലയാണ്. 10 പുല കഴിഞ്ഞ് 11ാമത്തെ ദിവസം ഈ പശുവിനെ അവിടെയുള്ള ഉയർന്ന ജാതിക്കാരുടെ, നായർ മുതൽ മേലോട്ടുള്ള ഉയർന്ന ജാതിക്കാരുടെ വീട്ടിലേക്ക് കൊണ്ടു ചെല്ലണം. ഈ പശുവിനെ അവിടെ കൊണ്ടു ചെന്ന് കൊടുക്കുന്ന സമയത്ത് അവർ ഒരു ഇല ചോറ് കൊടുക്കും. വീടിൻ്റെ പുറത്തിരുത്തി കുഴി കുത്തിയിട്ട് അവിടെ ഇല വെച്ച് അതിനകത്തൊരു ഇല ചോറ് കൊടുക്കും. പശു അതിൻ്റെ കറവ നിന്ന് കഴിയുമ്പോൾ ഇവിടെ ആളെ വിട്ട് അറിയിച്ചു കഴിയുമ്പോൾ വീണ്ടും പോകണം, പശുവിനെ വാങ്ങിക്കൊണ്ടുവരണം. പശുവിനെ വാങ്ങിക്കൊണ്ടുവരുന്ന സമയത്തും ഒരില ചോറ് കിട്ടും. ഇതാണ് കാരണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാലാകട്ടെ, വെണ്ണ, മോര് ഇതുപോലെയുള്ള സാധനങ്ങളെല്ലാം ഉയർന്ന വർഗ്ഗക്കാർ, സവർണരാണ് ഇത് കൈകാര്യം ചെയ്തിരുന്നത്. അവർക്ക് മാത്രമേ കഴിക്കാൻ അനുവാദം ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അവർണം പശുവിൻ്റെ അകിടി തൊട്ട് കഴിഞ്ഞാൽ പശു അശുദ്ധമാകും, പാലശുദ്ധമാകും. അതുകൊണ്ടാണ് അവനെ തൊടിയിക്കാതെ പെറ്റ് കറക്കേണ്ട സമയമാകുമ്പോൾ അവിടെ കൊണ്ട് കൊടുക്കണം. കറ ഒറ്റി കഴിഞ്ഞാൽ തിരിച്ചു കൊണ്ടുവരികയും ചെയ്യാം. അങ്ങനെയായിരുന്നു. അതുകൊണ്ട് ഇനി ആരെങ്കിലും, അദ്ദേഹം അതും രേഖപ്പെടുത്തിയിട്ടുണ്ട്. പി ഭാസ്കരൻ ഉണ്ണിയുടെ 19-ാം നൂറ്റാണ്ടിലെ കേരളം പേജ് 42-43 അദ്ദേഹം രേഖപ്പെടുത്തുന്നത്, ആരെങ്കിലും ഈ നിയമത്തിന് വിരോധമായിട്ട് പശുവിനെ കറന്നെന്ന് വെച്ചോ, പശുവിനെ കറന്നു കഴിഞ്ഞാൽ അവനെ മരത്തിൽ കെട്ടിട്ടടിക്കും. എന്നിട്ട് അവൻ്റെ ബന്ധുക്കൾ ചെല്ലണം. ബന്ധുക്കൾ ചെന്ന് വെറ്റിലപ്പാക്കൊക്കെ വെച്ച് ക്ഷമാപ്രാർത്ഥനയൊക്കെ നടത്തി കഴിയുമ്പോൾ അഴിച്ചു കൊണ്ടുപോരാ അവനെ. സ്വന്തം പശുവിനെ കറന്നതിൻ്റെ പേരിലാണ് മരത്തിൽ കെട്ടിട്ട് അടിച്ചിരുന്നത്. എന്നിട്ട് ഭാസ്കരനോട് ഒരു കാര്യം കൂടി പറയുന്നു, ആ കാലത്ത് അവർണരെ പരിഹസിച്ചിരുന്നു. മോരോ വെണ്ണയോ തൈരോ കൂട്ടി ഊണ് കഴിക്കാൻ അറിയാത്തവരാണ് ഇവരെന്നും പറഞ്ഞിട്ട്. എന്നിട്ട് ഭാസ്കരനോട് ചോദിക്കുക, ഈ ആരോപണത്തിന്റെ, ഈ പരിഹാസത്തിന്റെ കാതൽ എവിടെയൊക്കെ എടുക്കുന്നതെന്ന് ഇപ്പൊ മനസ്സിലായില്ലെന്ന്. കഴിക്കാൻ അനുവാദം ഉണ്ടായിരുന്നില്ല. എന്നിട്ട് കളിയാക്കുകയാണ്. ഇനി എന്നിട്ട് അദ്ദേഹം ഒരു കണക്കും കൂടി പറയുന്നുണ്ട്. 1900-ൽ പറയാണ്, 3,14,889 പശുക്കൾ തിരുവിതാംകൂറിലുണ്ടായിരുന്നു. 3,14,889 പശുക്കൾ. അതിൽ പലതും നിന്നിരുന്നത് അവർണന്റെ ആലയിലാണെങ്കിലും കറന്ന് പാലെടുത്തിരുന്നത് സവർണരായിരുന്നു. അവർക്ക് വേണ്ടി ഇവർ തീറ്റിപ്പോറ്റുകയായിരുന്നു. ഇനി ഇത് മാത്രമല്ല, ഉപ്പ് നമുക്കറിയാം, അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അവർണന്റെ ആ കാലഘട്ടത്തിൽ അവർണന്റെ ഭക്ഷണത്തിലുള്ള ഏക സ്വാദെന്ന് പറയുന്നത് ഉപ്പ് മാത്രമായിരുന്നു. അത് വാങ്ങണമെങ്കിൽ അവൻ ചന്തയിൽ പോയേ പറ്റൂ. ബാക്കിയുള്ളത് വേണമെങ്കിൽ നട്ടുണ്ടാക്കാമെന്ന് പറയാം. പക്ഷെ ഉപ്പ് അങ്ങനെ നട്ടുണ്ടാക്കാൻ പറ്റുന്നതല്ല, അത് ചന്തയിൽ പോകണം, അങ്ങാടി പോകണം. അങ്ങാടി പോവുക എന്ന് പറയുന്നത് അക്കാലഘട്ടത്തിൽ അവർണനെ സംബന്ധിച്ച് ബാലികേറാമല കയറുന്നത് പോലെയായിരുന്നു. വളരെ ബുദ്ധിമുട്ടാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് പ്രവേശനമില്ല. ക്ഷാമകാലത്ത് മാത്രമേ തുറന്ന അങ്ങാടിയിലേക്ക് ഒരു അധസ്ഥിത വർഗ്ഗക്കാരന് പ്രവേശനം ഉണ്ടായിരുന്നുള്ളൂ. ഇവൻ വന്ന് ഇതിൻ്റെ പുറത്തിരിക്കണം, കടയുടെ പുറത്ത് ദൂരെ മാറിയിരിക്കണം. എന്നിട്ട് വരുന്നവരുടെ അടുത്ത് വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കണം, എന്തെങ്കിലും വാങ്ങിച്ചു തരണം, എന്തെങ്കിലും വാങ്ങിച്ചു തരണമെന്ന്. അത് ആരെങ്കിലും ദയ തോന്നിയിട്ട്, പ്രത്യേകിച്ച് നായർ സമുദായത്തിൽപ്പെട്ട ഏഴകളായ ആളുകൾ, അവരും ദാരിദ്ര്യത്തിൽ കഴിയുകയാണ്.
അങ്ങനെയുള്ളവരോട് മാത്രമേ യാചിക്കാനായിട്ട് പറ്റുകയുള്ളൂ. പക്ഷെ അവർക്ക് പോലും സഹായിക്കാൻ ബുദ്ധിമുട്ടാണ്, കാരണം അയിത്തം എന്ന് പറഞ്ഞ പ്രശ്നം ഉള്ളതുകൊണ്ട്. അപ്പൊ ഇവൻ അവിടെ നിന്ന് ഉറക്കനെ നിലവിളിച്ചുകൊണ്ടേയിരിക്കും, എനിക്ക് എന്തെങ്കിലും തരണമെന്ന്. അപ്പൊ അത് ഇതാകുമ്പോൾ ഇവന്റെ പണം അവിടെ കൊണ്ടുവച്ച്, ഒരു പ്രത്യേക സ്ഥലമുണ്ട്, അവിടെ കൊണ്ടുവച്ചിട്ട് അവൻ മാറണം. അവൻ മാറി അവിടെ നിന്ന് ദൂരെ പോയി നിൽക്കണം. എന്നിട്ട് കടക്കാരൻ കൊണ്ടുവന്ന് സാധനം അവിടെ വെച്ചിട്ട് ഈ പൈസ എടുത്തിട്ട് പോകും. അതിനുശേഷം അവന് വന്ന്, കടക്കാരൻ പോയി കഴിയുമ്പോൾ അവന് വന്നിട്ട് ഈ സാധനം എടുത്തിട്ട് പോകാം. അവനെ നോക്കി വാങ്ങാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. അവരെന്ത് തരുന്നോ അത് വാങ്ങിക്കൊണ്ട് പോകണം. ഉപ്പ് മാത്രമല്ല, എല്ലാത്തിൻ്റെയും കാര്യം ഇത് തന്നെയാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് സ്ഥിതി. മാത്രമല്ല, ഈ ഉപ്പെന്ന് പറയുന്ന വാക്കുണ്ടല്ലോ, അത് അവർക്ക് പറയാനുള്ള അനുവാദം ഉണ്ടായിരുന്നില്ല. ഈ വൊക്കാബുലറി സവർണന്റെ അവർണന്റെ രണ്ടായിരുന്നു. അവർ പറയുന്നത് ഇവർക്ക് പറയാൻ പറ്റുകയില്ല. അപ്പോൾ ഉപ്പെന്നല്ല, പുളിച്ചാടൻ എന്നുള്ള വാക്കാ പറയേണ്ടിയിരുന്നേ. പുളിച്ചാടൻ വേണമെന്ന, ഉപ്പെന്നല്ല. ഉപ്പെന്ന് പറയാൻ അവർക്ക് അനുവാദം ഉണ്ടായിരുന്നില്ല. അംബേദ്കറുടെ ഈ പുസ്തകം ഞാനത് കൊണ്ടുവന്നിട്ടുണ്ട്. ഡോക്ടർ അംബേദ്കർ സമ്പൂർണ്ണ കൃതികൾ വാല്യം 9 മലയാളത്തിലുള്ളത്. ഇംഗ്ലീഷിൽ വേറെ റെഫറൻസ് ആണ്. അതില് 1936 സ്വാതന്ത്ര്യത്തിനും കേവലം 11 വർഷം മുമ്പ് നമ്മുടെ ഒറ്റപ്പാലത്ത് നടന്നൊരു സംഭവം ബോംബെ സമാചാർ എന്ന് പറയുന്ന പത്രത്തിൽ വന്നത് അംബേദ്കർ ഇതിനകത്ത് കോട്ട് ചെയ്തിട്ടുണ്ട്. അതിങ്ങനെയാണ്. നവംബർ 4, 1936 നവംബർ 4 ബോംബെ സമാചാറിൽ വന്നതാണ്. മലബാറിൽ ഒറ്റപ്പാലത്ത് ഈഴവ സമുദായത്തിൽപ്പെട്ട ശിവരാമൻ എന്നു പേരായ 17കാരൻ ജാതി ഹിന്ദുവായ ഒരാളുടെ കടയിൽ ചെന്ന് ഉപ്പ് ആവശ്യപ്പെട്ടു. ഇവിടുത്തെ ആചാരമനുസരിച്ച് ജാതി ഹിന്ദുക്കൾക്ക് മാത്രമേ ഉപ്പെന്ന വാക്ക് ഉച്ചരിക്കാവൂ. ശിവരാമനെ പോലെയുള്ളവർ ഉപ്പിന് പകരം പുളിച്ചാടൻ എന്നാണ് പറയേണ്ടത്. ഉപരിജാതിക്കാരനായ കടയുടമയ്ക്ക് കോപം സഹിക്കാനാവാതെ ശിവരാമനെ കഠിനമായി മർദ്ദിക്കുകയും മർദ്ദനമേറ്റ് ശിവരാമൻ മരിക്കുകയും ചെയ്തതായി ആരോപിക്കപ്പെടുന്നു. ഡോക്ടർ അംബേദ്കർ സമ്പൂർണ്ണ കൃതികൾ വാല്യം 9 പേജ് 63. കേവലം ഉപ്പെന്ന് പറഞ്ഞതിന്റെ പേരിൽ കൊല്ലപ്പെടേണ്ടി വന്നു ഒരു 17 വയസ്സുള്ള പയ്യൻ. ഇത് പുലയനല്ല, അവൻ പറയനല്ല, അവൻ ഈഴവനാ, ഈഴവ ജാതിയിൽപ്പെട്ടവനാണ്. അത് ചിന്തിക്കണം. ഈ കാലഘട്ടത്തിൽ ഈഴവര് വളരെയധികം, ഞാൻ ഫേസ്ബുക്കിൽ വളരെ ആക്റ്റീവ് ആയതുകൊണ്ട് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. അവര് സംഘപരിവാരത്തിന് ജയ് വിളിച്ചു കൊണ്ടുവരുന്ന ഭൂരിഭാഗം പേരിൽ ഈഴവരാണുള്ളത്. അവരൊക്കെ അറിയണം, തിരിച്ചറിയണം എങ്ങനെയായിരുന്നു അവരുടെ പൂർവികരോടെ കഴിഞ്ഞിരുന്നതെന്ന്. അവരിന്ന് ഏതിനു വേണ്ടിയാണോ ജയ് വിളിക്കുന്നത്, ആ ജയ് വിളിക്കുന്ന സവർണാധിപത്യം ഒരു കാലത്ത് അവരുടെ പൂർവികരെ എങ്ങനെയാണ് അടിച്ചമർത്തി വെച്ചിരുന്നതെന്ന് അവർ തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. അവർണർക്ക് വിൽക്കാനൊന്നും ഇല്ലായിരുന്നു എന്ന് തെറ്റിദ്ധരിക്കരുത്. ഇത്രയൊക്കെ ആകുമ്പോൾ നമ്മൾ വിചാരിക്കും അവർക്ക് ഒന്നും വിൽക്കാനൊന്നും ഉണ്ടായിരുന്നില്ല എന്ന്. വിൽക്കാനുണ്ടായിരുന്നു അവർക്ക്. അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1775 കാലത്ത് അഞ്ചുതെങ്ങില് അവിടുത്തെ ബ്രിട്ടീഷ് പാണ്ഡികശാലയിലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്ന ജെയിംസ് ഫോർബ്സ് എന്ന് പറയുന്ന ഒരു ഇംഗ്ലണ്ടുകാരൻ ഇവിടെ നമ്മുടെ ഈ നാട്ടിൽ സാധാരണയായിരുന്ന ഒരു കച്ചവടത്തിനെ കുറിച്ച് പുള്ളി വിശദമായിട്ട് വിവരിക്കുന്നുണ്ട്. അദ്ദേഹം പറയാണ്, അഞ്ചുതെങ്ങിൽ ആദായത്തിന് ലഭിക്കുന്ന ഒരു വിൽപ്പനച്ചരക്കാണ് കുട്ടികൾ. പ്രത്യേകമായ ക്ഷാമ പരിസ്ഥിതിയൊന്നും നിലവിലില്ലാത്തൊരവസരത്തിൽ 8 or 9 വയസ്സുള്ള ഒരു ആൺകുട്ടിയെയും പെൺകുട്ടിയെയും ബോംബെയിലെ ഒരു സ്നേഹിതയ്ക്ക് സമ്മാനമായി നൽകാൻ ഇംഗ്ലണ്ടിൽ 2 പന്നികൾക്ക് കൊടുക്കേണ്ടതിലും കുറഞ്ഞ വിലയ്ക്ക് ഞാൻ വാങ്ങുകയുണ്ടായി. ഇംഗ്ലണ്ടിൽ 2 പന്നിയെ വാങ്ങാനുള്ള വിലയേക്കാളും കുറവായിരുന്നു ഇവിടെ 2 മനുഷ്യക്കുട്ടികളെ വാങ്ങാൻ. എന്നിട്ട് പറയാണ്, അവരെ വാങ്ങുന്നതിനും ബോംബെ യാത്രക്കാലമായ 2 മാസത്തെ ഭക്ഷണത്തിനും 4 സെറ്റ് ഉടുപ്പുകൾക്കൊക്കെ കൂടി എനിക്ക് ആകെ 20 രൂപയെ ചിലവായുള്ളൂ എന്ന് ചിന്തിച്ചു നോക്കണം. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഞാൻ അവരെ വളരെ ദയാപൂർവ്വം, ഇപ്പോൾ ഇവരുടെ പട്ടിണിയാവസ്ഥ എന്നൊക്കെ മാറ്റി ദയാപൂർവ്വം സംരക്ഷിക്കാൻ പറ്റുന്ന മനുഷ്യത്വമുള്ള ഒരാളുടെ അടുത്തേക്കാണ് ഞാൻ വാങ്ങിക്കൊണ്ടുപോയത്, അതുകൊണ്ട് എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം വേറൊരു കാര്യം കൂടി പറയാണ്. ഈ 2 കുട്ടികളെ അദ്ദേഹം വാങ്ങുന്നത് കണ്ടപ്പോൾ ഒരു സ്ത്രീ, മുക്കുവ സ്ത്രീ അവിടെ മീമക്കം വന്നതാണ്. ആ സ്ത്രീ അവരുടെ കുഞ്ഞിനെ കൂടി വാങ്ങണമെന്ന് ഇദ്ദേഹത്തിനോട്, ഈ ഫോബ്സിനോട് ആവശ്യപ്പെട്ടു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ആവശ്യത്തിനുള്ള കുഞ്ഞുങ്ങളായി, ഇനി ഞാൻ വാങ്ങുന്നില്ല. അവർ പിന്നെയും നിർബന്ധിച്ചു കൊണ്ടിരുന്നു. അവസാനം ഇദ്ദേഹം വാങ്ങുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ആ സ്ത്രീ അഞ്ചുതെങ്ങിലുള്ള പോർത്തുഗീസുകാരനായ സിനോർ മാനുവൽ റോഡ്രിക്സ് എന്ന് പറയുന്ന ആൾക്ക് ഈ കുഞ്ഞിനെ 50 പൈസയ്ക്ക് വിറ്റു. 1 രൂപയ്ക്ക് വാങ്ങണം എന്നാണ് ഫോബ്സിനോട് പറഞ്ഞത്. ഫോബ്സ് എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. അവസാനം അവർ വില പേശിയിട്ട് 50 പൈസയ്ക്ക് തൻ്റെ സ്വന്തം കുഞ്ഞിനെ വിൽക്കേണ്ടി വന്നു. ഫലഭൂയിഷ്ടമായ മണ്ണുണ്ടായിരുന്നിട്ടും ശരീരത്തിലെ ഞരമ്പുകൾ പോലെ തോടുകളും നാടൊട്ടുക്കും തോടുകൾ, പുഴകൾ, ആറുകൾ ഇതൊക്കെ ഉണ്ടായിരുന്നിട്ടും അനുഗ്രഹിക്കപ്പെട്ട കാലാവസ്ഥ ഉണ്ടായിരുന്നിട്ടും അധ്വാനിക്കാൻ മനസ്സും ശേഷിയുമുള്ള ജനങ്ങൾ ഉണ്ടായിരുന്നിട്ടും ഇവിടെയുള്ള ഭൂരിപക്ഷം വരുന്ന ജനതയെ തിന, അതുപോലെ ചാമ തുടങ്ങിയ ധാന്യപ്പൊടികളും കാട്ടുകിഴങ്ങുകളും
എലി, ഓന്ത്, പെരിച്ചാഴി മുതലുള്ള ജീവികളെയൊക്കെ തിന്ന് ജീവിപ്പിക്കേണ്ടുന്ന അങ്ങനത്തെ ഒരു നിർബന്ധിതമായ സാഹചര്യത്തിലേക്ക് അവരെ തള്ളിവിടുകയും ചെയ്ത ഈ സംസ്കാരത്തിനെയാണ് ഇന്ന് ചിലർ മഹത്തായ സംസ്കാരം എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. ഇതൊക്കെ എങ്ങനെയാണ് മഹത്തായ സംസ്കാരമാകുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. മനുഷ്യത്വം അല്പമെങ്കിലും അവശേഷിച്ചിട്ടുള്ള ഒരു വ്യക്തി ഇതിനെ നോക്കിയിട്ട് ഇത്ര നെറികെട്ടൊരു സംസ്കാരം ഈ ലോകത്ത് വേറെ ഉണ്ടായിട്ടുണ്ടോ എന്നല്ലേ ചോദിക്കേണ്ടത്. ഏതായാലും എന്നിട്ട് അവർ പറയാണ് ഇവിടെ മഹത്തായ സംസ്കാരമായിരുന്നു, ആ സംസ്കാരത്തെ നശിപ്പിച്ചത് മിഷണറിമാരാണെന്ന്. ഒരു വിധത്തിൽ അത് ശരിയാ. ഈ നെറികെട്ട സംസ്കാരത്തെ നശിപ്പിച്ച് ഇന്ന് കാണുന്ന അല്പമെങ്കിലും മനുഷ്യത്വം പറയാവുന്ന ഒരു ലെവലിലേക്ക് കൊണ്ടുവന്നത് മിഷണറിമാരാണ്. അവരുടെ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് ആ നശിച്ച സംസ്കാരം ഇവിടെ നിന്നില്ലാതായി തീർന്നത്. ഇനി ഇവിടെ വേറൊരു കാര്യം, ഭക്ഷണ കാര്യത്തോട് ബന്ധപ്പെട്ട് തന്നെ. അപ്പൊ അങ്ങനെയുള്ള ആ സമയത്താണ് മിഷണറിമാർ ഇവിടെ ആദ്യത്തെ മിശ്രഭോജനം സംഘടിപ്പിക്കുന്നത്. ആദ്യത്തെ മിശ്രഭോജനം നമ്മൾ പലപ്പോഴും കേൾക്കുന്നത് സഹോദരൻ അയ്യപ്പനാണ് നമ്മൾ മിശ്രഭോജനത്തിന്റെ ആളായിട്ട് നമ്മൾ പലപ്പോഴും ശ്രദ്ധയിൽ വരുന്നത്. പക്ഷേ അല്ല, അതിനു മുമ്പേ മിഷണറിമാർ ഇത് ചെയ്തിട്ടുണ്ട്. ഡോക്ടർ സാമുവൽ നെല്ലിമുകളുടെ കേരളത്തിലെ സാമൂഹ്യ പരിവർത്തനം എന്ന പുസ്തകത്തിന്റെ 443 പേജിൽ അദ്ദേഹം എഴുതിയിരിക്കുന്നത്, പ്രൊട്ടസ്റ്റന്റ് സഭയിലെ ജാതിചിന്ത ദുർബലപ്പെടുത്തുവാൻ മിഷണറിമാർ ആസൂത്രണം ചെയ്ത ഒരു പരിപാടിയാണ് മിശ്രഭോജനം. 1856 പുതുവത്സര ദിനത്തിൽ റവറൻ ഹെൻറി ബേക്കർ മുണ്ടക്കയത്തൊരു സമൂഹ സദ്യ നടത്തി. അതിൽ പങ്കെടുക്കാൻ എല്ലാവരെയും അദ്ദേഹം ക്ഷണിച്ചു. അടിമ സ്കൂളിൽ പഠിച്ചിരുന്ന 92 അടിമകളും സ്നാനപ്പെട്ട 250 അരയരും ഉൾപ്പെടെ തിരുവിതാംകൂറിലെ മിക്ക ജാതിക്കാരും അതിൽ പങ്കെടുത്തു. സുറിയാനിയും ചോകനും പുലയനും അടുത്തടുത്തിരുന്ന് ഭക്ഷണം കഴിച്ചു എന്ന് ബേക്കർ എഴുതിയിരിക്കുകയാണ്. ഇത് എപ്പോഴാണെന്ന് ഓർക്കണം, 1856 എന്ന് വെച്ചാൽ സഹോദരൻ അയ്യപ്പൻ ചെറായിൽ വെച്ച് 1917 പന്തിഭോജനം നടത്തുന്നതിനും 61 കൊല്ലം മുമ്പ് 1856 കേരളത്തിലെ ആദ്യത്തെ മിശ്രഭോജനം മിഷണറിമാർ നിർവഹിച്ചിരുന്നു. മനസ്സിലാക്കണം അവരെത്ര ഈ സമൂഹത്തെ പുരോഗതിയിലേക്ക് കൊണ്ടുവരുവാൻ എത്രമാത്രം അവര് ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ആ സമയത്തൊന്നും ഇദ്ദേഹം ജനിച്ചിട്ട് പോലും ഇല്ല. അവരിത് ആദ്യത്തെ മിശ്രഭോജനം നടത്തുമ്പോൾ സഹോദരൻ അയ്യപ്പൻ ജനിച്ചിട്ട് പോലും ഇല്ല. അല്പമെങ്കിലും മനുഷ്യത്വമൊക്കെ അവിടെ ഉണ്ടായിരുന്നു, വേർതിരിവുകൾ മനുഷ്യനില്. പക്ഷെ എന്നാലും അല്പമെങ്കിലും ഇതിനേക്കാൾ കൂടുതൽ മനുഷ്യത്വം അവർ കാണിച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ മുമ്പേ പറഞ്ഞ കാര്യം ആവർത്തിക്കുകയാണ്. ഒരു സംസ്കാരത്തിന്റെ മേന്മ അളക്കപ്പെടേണ്ടത് ആ സംസ്കാരം അതിലുള്ളവർക്കും അതിൽ പുറത്തുള്ളവർക്കും എന്ത് നൽകി എന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം, അല്ലാതെ വാചക കസരത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കരുത്. മറ്റൊരു സംസ്കാരം നിങ്ങളുടെ മുമ്പാകെ വയ്ക്കാൻ താല്പര്യപ്പെടുകയാണ്. അത് മനുഷ്യനെ മനുഷ്യനായി കണ്ട സംസ്കാരമാണ്, മനുഷ്യനെ ചേർത്ത് പിടിച്ച സംസ്കാരമാണ്, വിശപ്പുള്ളവന്റെ പട്ടിണി മാറ്റിയ സംസ്കാരമാണ്. കഴിഞ്ഞ ജന്മത്തിലെ പാപം കൊണ്ടാണ് ഇന്ന് മനുഷ്യൻ കഷ്ടപ്പെടുന്നതെന്നുള്ള മൂഢവിചാരമൊന്നും ഇല്ലാത്ത ജനങ്ങളുടെ ഒരു സംസ്കാരമാണ്. അത് യേശു ക്രിസ്തുവിനാൽ പ്രചോദിതരായ മനുഷ്യരിൽ നിന്ന് ഉളവായ ഒരു സംസ്കാരമാണ്. അത് ക്രൈസ്തവ സംസ്കാരമാണ്. ആ സംസ്കാരം ഇവിടെയുള്ളവർ എന്താണ് ചെയ്തതെന്നുള്ള കാര്യം ഞാൻ ചെറുതായിട്ട് വിശദീകരിച്ച് എൻ്റെ പേപ്പർ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ക്ഷാമകാലത്ത്, ബ്രിട്ടീഷ് ഭരണത്തിൽ ക്ഷാമം ഉണ്ടായിരുന്ന സമയത്ത് ക്ഷാമകാലത്ത് ആ മിഷണറിമാർ ഇവിടെ ഉള്ളവർക്ക് ചെയ്തത്, നമ്മൾ ഒറീസയിലേക്ക് നോക്കുകയാണെങ്കിൽ 1866 മുതൽ 68 വരെയുള്ള വർഷം, 2-3 വർഷത്തിനിടയിൽ ഒരു മഹാക്ഷാമം അവിടെ ഉണ്ടായി. ഏകദേശം 40 മുതൽ 50 ലക്ഷം വരെയുള്ള ജനങ്ങൾ കൊല്ലപ്പെടുകയുണ്ടായി. ആ ക്ഷാമത്തിൽ അത് മിഷണറിമാരാണ് അത് പുറം ലോകത്തേക്ക് അതിൻ്റെ വിവരങ്ങൾ കൊടുത്തത്. അവിടെ ദ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന മിഷണറി പത്രത്തിലാണ് ക്ഷാമത്തിന്റെ ഭയാനകത പുറം ലോകത്തിന് ആദ്യമായിട്ട് അറിയുന്നത്. അതിൽ റവറൻ ജോൺ ബക്ലെ എന്ന് പറയുന്ന മിഷണറി പത്രത്തിൽ എഴുതിയത് ഇങ്ങനെയാണ്: പട്ടിണി മൂലം ശോഷിച്ച സ്ത്രീ പുരുഷന്മാരും ദയനീയ ശബ്ദത്തോടെ ആഹാരത്തിനായി യാചിച്ചുകൊണ്ട് ചുറ്റും നടക്കുന്ന കുഞ്ഞുങ്ങളുടെ ദയനീയമായ നിലവിളികളും വിവരിക്കാൻ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. വളരെ ശോചനീയമായ അവസ്ഥയായിരുന്നു. അപ്പൊ ഇതിനും 10-30 വർഷം മുമ്പ് 1836 മറ്റൊരു ക്ഷാമം അവിടെ ഉണ്ടായിരുന്നു. ആ ക്ഷാമം കഴിഞ്ഞതിന് ശേഷമാണ് 39 ആദ്യമായിട്ട് ഒരു അനാഥാലയം തുടങ്ങുന്നത്. കാരണം ഓരോ ക്ഷാമം കഴിയുമ്പോഴും ധാരാളം അനാഥരുണ്ടായിക്കൊണ്ടിരിക്കും. കുഞ്ഞുങ്ങൾ മരിച്ചു പോകുന്നുണ്ട്, മാതാപിതാക്കളും മരിച്ചു പോകുന്നുണ്ട്. ഈ മരിച്ചുപോയ മാതാപിതാക്കളുടെ കുഞ്ഞുങ്ങൾ അനാഥരായി തീരുകയാണ്. മിഷണറിമാർ ഓരോ ക്ഷാമം കഴിയും തോറും 1-2 അനാഥാലയങ്ങൾ ആ കാലഘട്ടത്തിൽ പണിതിരുന്നു. ഈ കുഞ്ഞുങ്ങളെയൊക്കെ അവർ കൊണ്ടുവന്ന് അനാഥാലയത്തിൽ പാർപ്പിച്ചു. പലപ്പോഴും ബോർഡിംഗ് സ്കൂളുകളായിരുന്നു അത്. അവർക്ക് വിദ്യാഭ്യാസം കൊടുത്തു, ഭക്ഷണം വസ്ത്രം ഒക്കെ കൊടുത്തിരുന്നു. ഇനി 1866 ക്ഷാമം കഴിഞ്ഞപ്പോൾ അവിടെ കത്തോലിക്കരുടെ വകയായിട്ടും 1869 ഒരു ബോർഡിംഗ് സ്കൂളും അനാഥാലയമൊക്കെ വരികയുണ്ടായി. അപ്പൊ അന്നത്തെ കാലത്ത് ആ ഒറീസയിൽ ഉണ്ടായിരുന്ന ഈ ദളിത് വിഭാഗങ്ങളെ വംശനാശത്തിൽ നിന്ന് സംരക്ഷിച്ചത് യഥാർത്ഥത്തിൽ ഈ മിഷണറിമാരാണ്. മിഷണറിമാരുടെ അടുക്കൽ വന്ന് കരഞ്ഞപ്പോൾ അവർ ഫുഡ് കൊടുത്തു, അവർ പലതും ചെയ്തു, മെച്ചപ്പെടുത്തിയെടുത്തു. ഞാൻ ഈ ഒറീസയുടെ കാര്യം ആദ്യം തന്നെ പറഞ്ഞതിനൊരു കാരണമുണ്ട്.
നമ്മൾ ഈ ഒറീസയിൽ നിന്ന് ധാരാളമായിട്ടുള്ള വാർത്തകൾ കേൾക്കുന്നുണ്ട്. ഗ്രഹാം സ്റ്റെയിൻസിനെയും 3 കുഞ്ഞുങ്ങളെയും ചുട്ടുവന്നത് ഒറീസയിലാണ്. അതുപോലെ കാണ്ടമാൻ, അത് ഒറീസയിലാണ് ക്രൈസ്തവരെ അടിച്ചോടിപ്പിച്ചതാണ്. അടിച്ചോടിപ്പിക്കാൻ മുന്നിൽ നിന്ന് ആരാണെന്നറിയാമോ? അന്ന് മിഷണറിമാരുടെ ദയ കൊണ്ട് മാത്രം വംശനാശത്തിൽ നിന്ന് രക്ഷപ്പെട്ട അതേ ദളിത് വിഭാഗത്തിന്റെ പിൻതലമുറക്കാരാണ് ക്രൈസ്തവരെ ആക്രമിക്കാൻ മുൻപന്തിയിലുണ്ടായത്. അതുകൊണ്ടാണ് ഞാൻ ഒറീസയുടെ കാര്യം ആദ്യം പറഞ്ഞത്. കാരണം ചരിത്രബോധമില്ലാത്തതാണ് കുഴപ്പം. ചരിത്രം എന്താണെന്ന് ശരിയായി പഠിച്ചിരുന്നെങ്കിൽ അവർ ഒരിക്കലും ക്രൈസ്തവർക്കെതിരെ തിരിയുകയില്ലായിരുന്നു. ആ ചരിത്രബോധം നഷ്ടപ്പെടുത്തരുതെന്നുള്ളത് കൊണ്ടാണ് സാക്ഷി അപ്പോളജറ്റിക്സ് നെറ്റ്വർക്ക് ഇതുപോലെയുള്ള പ്രോഗ്രാം ഇവിടെ ഇന്നിങ്ങനെ ചെയ്തിരിക്കുന്നത്. കാരണം നമ്മളത് മനസ്സിലാക്കണം, നമ്മൾ ചരിത്രം അറിയണം, നമ്മുടെ മക്കളെ പഠിപ്പിക്കണം, പുറത്തുള്ളവരെ നമ്മൾ അറിയിക്കണം. ഇതാണ് ഇവിടെ മിഷണറിമാർ ചെയ്തെന്നുള്ള കാര്യം. ഇനി ആന്ധ്രയിലെ കാര്യം നോക്കിയാൽ അവിടെയും ഇത് തന്നെയാണ് സ്ഥിതി. 1877-78 കാലത്തിൽ ആ സമയത്ത് ആന്ധ്രയിൽ വലിയ ഒരു ക്ഷാമം ഉണ്ടായി. മടികർ എന്ന് പറയുന്ന ഒരു ജനവിഭാഗം ഉണ്ട് അവിടുത്തെ പറയ വിഭാഗത്തിൽപ്പെട്ട ഉപജാതിയാണ്. ആന്ധ്രയിലുള്ള ഏറ്റവും താഴ്ന്ന ജാതിയായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത് മടികരെ. ഈ മടികര് അവര് കന്നുകാലികൾ, അവരുടെ ജോലി എന്ന് പറയുന്നത് ഉയർന്ന ജാതിക്കാരുടെ വീട്ടിലാണ് കൂലിയായിട്ട് കൊടുക്കുന്നത് ചത്ത മൃഗങ്ങളെയാണ്. ഏതെങ്കിലും ഒരാളുടെ വീട്ടിൽ പശു എന്തെങ്കിലുമൊക്കെ ചത്തിട്ടുണ്ടെങ്കിൽ അതിനെ കൊടുക്കും. ഇവരതിനെ കൊണ്ടുവരും, തൊലി പൊളിച്ച് തിന്നും. അതിൻ്റെ തോൽ അവർ ഉറക്കിയിട്ട് തുകൽ വ്യവസായ തുകൽ സംസ്കരണം, ആ തോലിലുള്ള പണികൾ അതൊക്കെ അവർക്കുണ്ടായിരുന്നു. അങ്ങനെയാണ് അവർ ജീവിച്ചിരുന്നത്. ആ സമയത്താണ് ക്ഷാമം വരുന്നത്. ക്ഷാമം വന്നു കഴിഞ്ഞപ്പോൾ ജോൺ ക്ലോ എന്ന് പറയുന്ന മിഷണറി, അദ്ദേഹം പിന്നെ ആന്ധ്രയുടെ അപ്പോസ്തലൻ എന്നൊക്കെ അറിയപ്പെടുകയുണ്ടായി. അദ്ദേഹം വളരെ കഷ്ടപ്പെട്ട് അവരുടെ ഇടയിൽ പ്രവർത്തിച്ചു. അദ്ദേഹത്തിൻ്റെ ഓങ്കോൾ മൂവ്മെന്റ് എന്ന് പറയുന്നത് പ്രസിദ്ധമായ സംഗതിയാണ്. ഒരു പ്രത്യേക കാര്യം ഞാൻ അതിനോട് പറയാൻ ഉദ്ദേശിക്കുന്നത്, ഈ ജോൺ ക്ലോ നല്ല വിജയകരമായ രീതിയിൽ ജീവിച്ചൊരു മിഷണറി. അദ്ദേഹം ധാരാളം ആളുകളോട് സുവിശേഷം പറഞ്ഞു. ധാരാളം പേർ മുന്നോട്ട് വരികയുണ്ടായി. ചില ദിവസം 3000 പേരൊക്കെ സ്നാനപ്പെട്ടിട്ടുണ്ട്. അത്ര പ്രവർത്തനത്തിൽ വിജയിച്ച മിഷണറിയാണ്. പക്ഷേ ആ ക്ഷാമകാലത്ത് ഒരിക്കൽ പോലും ഒരു സ്നാന ശുശ്രൂഷ അദ്ദേഹം ചെയ്തില്ല. എന്ന് വെച്ചാൽ ആ സമയത്ത് അദ്ദേഹം ഈ ജനങ്ങളെ അവർക്ക് ഫുഡ് കൊടുക്കുക എന്നുള്ളതല്ലാതെ ക്രിസ്തുവിലേക്ക് കൊണ്ടുവരുന്നുള്ള ആ കാര്യമല്ല, അതിനേക്കാൾ കൂടുതലായിട്ട് ജീവൻ നിലനിർത്തുക എന്നുള്ളത് പുള്ളി കൂടുതലായിട്ട് ചെയ്തു. ഞാനിത് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, കഷ്ടതയിലിരിക്കുന്നവർക്ക് ഫുഡ് തരാമെന്ന് പറഞ്ഞ് പ്രലോഭിച്ച് മതം മാറ്റുന്നവരാണ് മിഷണറി എന്നുള്ളൊരു ആരോപണമുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് എടുത്തു പറഞ്ഞത്. അദ്ദേഹം ധാരാളം പേരെ ക്രിസ്തുവിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. 3000, ചില സമയത്ത് 3500, 4000 അതിലും മേലെയൊക്കെ സ്നാനപ്പെട്ടിട്ടുണ്ട് ഒറ്റ ദിവസം തന്നെ. പക്ഷേ ആ ക്ഷാമകാലത്ത് ഒരാൾ പോലും, അദ്ദേഹം അത് പ്രത്യേകമായിട്ട് അദ്ദേഹത്തിൻ്റെ ഡയറിയിൽ എഴുതിയിരുന്നു, ക്ഷാമകാലത്ത് ഞാൻ ഒരാളെ പോലും സ്നാനപ്പെടുത്തിയില്ല. അപ്പൊ ഈ ആരോപണം പ്രലോഭിപ്പിച്ച് മതം മാറ്റുന്നുള്ള ആരോപണത്തിൽ വസ്തുതയില്ല എന്ന് പറയാനാണ് ഞാനിത് പറഞ്ഞത്. ഇനി ഡക്കാനിലേക്ക് നോക്കിയാൽ അവിടെയും ക്ഷാമകാലത്ത് മിഷണറിമാർ ചെയ്തത് ഇതുപോലൊക്കെ തന്നെയാണ്. അവർ 1877-ലും 97-ലും 20 വർഷം കഴിഞ്ഞ് 97-ലും 2 വട്ടമായിട്ട് അവിടെ മഹാക്ഷാമം ഉണ്ടായി ഡക്കാനിൽ, മധ്യപ്രദേശിലാണ്. അപ്പോഴും മിഷണറിമാർ അവിടെ ഇറങ്ങി പ്രവർത്തിച്ചു. ഏകദേശം 16,000-ഓളം അനാഥ കുഞ്ഞുങ്ങളെ അവർ ഈ ക്ഷാമം കഴിഞ്ഞപ്പോൾ അവരുടെ അനാഥാലയത്തിലേക്ക് മാറ്റി ഭക്ഷണവും ഇതൊക്കെ കൊടുത്ത് സംരക്ഷിച്ചിരുന്നു. ഇനി രജപുത്താനയിലേക്ക് വന്നാൽ അവിടെയും ഇത് തന്നെയാണ്. അവിടെ 1868-70 കാലഘട്ടത്തിൽ ക്ഷാമം ഉണ്ടായി. ആ സമയത്ത് മിഷണറിമാർ അവിടെ ഇറങ്ങി പ്രവർത്തിക്കുകയും ധാരാളം പേരെ, ഏകദേശം ഒരു ദിവസം തന്നെ അവർ 1600-ഓളം പേർക്ക് ഭക്ഷണം കൊടുത്തതിൻ്റെ അനന്തരഫലമായിട്ട് അത് സ്ഥിരം കൊടുത്തുകൊണ്ടിരുന്നു. അതുകൊണ്ട് അവർക്ക് 9614 രൂപയുടെ കടമുണ്ടായി. അവരുടെ കയ്യിലുള്ളതൊക്കെ തീർന്നു. പിന്നെ എക്സ്ട്രാ അവർ കടം വാങ്ങിയിട്ടും ചെയ്തു. 9614 രൂപ അന്നത്തെ കാലത്ത് 1800-കളിലാണ് അവരത് ചെയ്തു. മാത്രമല്ല അവർ വലിയ ടാങ്ക്, മിക്കപ്പോഴും വരൾച്ചയുടെ അനന്തരഫലമായിട്ടാണ് ക്ഷാമം വരുന്നത്. അപ്പോൾ മഴവെള്ളം ശേഖരിക്കാൻ വേണ്ടി 2 വലിയ ടാങ്കുകൾ പണിതു. ആ ടാങ്കുകളുടെ പണിച്ചെലവ്, ഒരെണ്ണത്തിൻ്റെ പണിച്ചെലവ് എന്ന് പറഞ്ഞാൽ 2400 രൂപയാണ്. ആ കാലഘട്ടത്തിൽ 1800-കളിൽ 2400 രൂപയോളം ചിലവാക്കി അവർ ടാങ്ക് പണിതു ജലം സംഭരിച്ചു വെക്കാൻ വേണ്ടി. ഇനി 1899-900 ആ കാലഘട്ടത്തിൽ, അതായത് 20ാം നൂറ്റാണ്ടിലേക്ക് കടക്കുന്ന ആ സമയത്ത് വലിയ ക്ഷാമം രജപുത്താനയിലുണ്ടായി. അതിനെക്കുറിച്ച് മിസ് മാർക്സ് എന്ന് പറയുന്ന മിഷണറി വനിത അവർ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ദാരുണമായ പല കഥകളും ഞങ്ങൾ കേട്ടു. വഴികളിൽ കിടന്ന് മരിക്കുന്നവരുടെ ശരീരങ്ങൾ കഴുകനും കുറുക്കനും പട്ടിണിയും ആർത്തിയോടെ ഭക്ഷിച്ചു. അവർ അനുഭവിച്ച നരകയാതന വിവരിക്കാൻ ഒരു പേനയ്ക്കും കഴിയുകയില്ല. ഭക്ഷണം തേടാൻ കുടുംബാംഗങ്ങൾ പല വഴിക്ക് പോയി. പിന്നീട് ഒരിക്കലും കണ്ടുമുട്ടാതെയായി. കുട്ടികളെ മർദ്ദിക്കുകയും വീടുകളിൽ നിന്ന് പുറന്തള്ളുകയും ചെയ്തു. ദേഹത്ത് അള്ളിപ്പിടിച്ചു കിടക്കുന്ന കുഞ്ഞുങ്ങളോടുകൂടെ ഭാര്യമാരെ പുറത്താക്കി. വയസ്സായവരെയും അംഗവൈകല്യം ബാധിച്ചവരെയും വഴിയിൽ ചാകാൻ ഉപേക്ഷിച്ചു. സ്ഥിതിയാണ്, അവിടുത്തെ അവസ്ഥയാണ്. പോറ്റാൻ കഴിയുന്നില്ല, വീട്ടിൽ നിന്ന് പുറത്താക്കുകയാണ്. അപ്പൊ ഇങ്ങനത്തെ ഈ സ്ഥിതിയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴാണ് മിഷണറിമാർ പിന്നെയും അവർക്ക് ഫുഡുമായിട്ട് ചെന്നത്.
അപ്പൊ ഈ ഇതില് ഒരു 1818 ഇതുപോലെ ക്ഷാമം ഉണ്ടായി. ആ സമയത്ത് അവര് മിഷണറിമാരുടെ മുമ്പാകെ വന്നിട്ട് ജനങ്ങൾ, അവിടെയുള്ള നാട്ടുകാർ പറഞ്ഞിരുന്നത്, ഞങ്ങൾക്ക് അപ്പം തരൂ, അല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ വീടുകളുടെ മുമ്പിൽ കിടന്ന് മരിക്കുമെന്നാണ് മിഷണറിമാരോട് പറഞ്ഞതാ. അവർ വാതിൽ തുറക്കുമ്പോൾ കാണുന്നത് ജനങ്ങൾ നിലവിളിച്ച് ഭക്ഷണത്തിന് വേണ്ടി നിലവിളിച്ചുകൊണ്ട് നിൽക്കുന്നതാണ്. അതുപോലത്തെ അവസ്ഥയായിരുന്നു. ആ സമയത്ത് 1818 ബോംബെയിൽ അവിടെ ക്രിസ്ത്യൻ ഹെറാൾഡ് ഫെമൈൻ റിലീഫ് എന്ന് പറയുന്ന കമ്മിറ്റി അവരെന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മിഷണറി പ്രവർത്തനത്തിന് വേണ്ടി അവർക്ക് വന്നുകൊണ്ടിരുന്ന ഫണ്ട്, ആ ഫണ്ടെല്ലാം കളക്ട് ചെയ്തിട്ട് അവർ ഗവൺമെന്റിന്റെ സഹായ നിധിയിലേക്ക് കൊടുത്തു. മിഷണറി പ്രവർത്തനത്തിന് വന്നിരുന്നതാണ്, അത് ഈ ക്ഷാമം മാറ്റാൻ വേണ്ടി കൊടുത്തു. അതുപോലെ തന്നെ പ്രസ്ബിറ്റേറിയൻ ചർച്ച്, അമേരിക്കയിലുള്ള പ്രസ്ബിറ്റേറിയൻ ചർച്ച് റെഡ് ക്രോസിൽ നിന്ന് $50,000 വാങ്ങിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് ചെലവാക്കിയിട്ടുണ്ട്. ഇത് ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ ഇത് ചെയ്തിട്ടുണ്ട്. ഇനിയുണ്ട്, ഞാൻ സമയം കുറവായിട്ട് ഒഴിവാക്കുകയാണ്. എന്നാൽ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് എനിക്ക് ഒഴിവാക്കാനായിട്ട് പറ്റുകയുള്ളൂ. 2001 ജനുവരി 26 ഗുജറാത്തിലൊരു ഭൂകമ്പം ഉണ്ടായി. നിങ്ങളിൽ പലർക്കും അത് ഓർമ്മ കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ആ ഗുജറാത്തിലെ ഭൂകമ്പം ഉണ്ടായപ്പോൾ ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്ന് അവർക്ക് സഹായം എത്തി. അവിടെ രക്ഷാപ്രവർത്തകരും വന്നു, ദുരിതാശ്വാസ പ്രവർത്തകരും വന്നു. പല വിധത്തിൽ അവിടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളൊക്കെ നടന്നു. അങ്ങനെ ദുരിതാശ്വാസ പ്രവർത്തകർ വന്നു കഴിഞ്ഞിട്ട് സാധാരണ ചെയ്യുന്ന പോലെ ഫുഡ് സപ്ലൈ, അവർ ഫുഡ് പാക്കറ്റുകളൊക്കെ അവിടെ വിതരണം ചെയ്യുകയുണ്ടായി. എന്തുണ്ടായെന്നറിയാമോ? 2001 ഫെബ്രുവരി 1 മലയാള മനോരമ കോട്ടയം എഡിഷനാണ്. അതിനകത്ത് വന്നിരുന്നൊരു വാർത്ത ഞാൻ വായിക്കാം. ദുരിതാശ്വാസത്തിനും ജാതി ഭേദങ്ങൾ, ഗൗഡ. ഇവിടെ വിശപ്പിനും ഭക്ഷണത്തിനും ജാതിയും മതവുമുണ്ട്. ദുരന്തത്തിന് നടുവിലും ഞങ്ങളുടെ ജാതിയും നിങ്ങളുടെ ജാതിയുമുണ്ട്. അതുകൊണ്ട് ഉയർന്ന ജാതിക്കാരായ ലോണകൾ ആദിവാസികളായ ഘോലികളോട് പറയുന്നത്, ഞങ്ങളുടെ ജാതിക്കാർക്കുള്ളതേ ഞങ്ങളുടെ കയ്യിലുള്ളൂ, നിങ്ങൾക്കുള്ളത് നിങ്ങൾ ഉണ്ടാക്കുകയെന്ന്. ഭക്ഷണ സാധനങ്ങൾ വരുമ്പോൾ BJP നേതാക്കളായ ഗഡാവ്ജി ദാംജി, യാദവ്ജി, മേഘ്ജി എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം ലോണകൾക്കായി വാങ്ങും. ഗാവ്ഡിയിലെ മനുഷ്യരെല്ലാം ഞങ്ങളുടെ കൂടെയുണ്ടെന്ന് കള്ളം പറയും. എന്ന് വെച്ചാൽ ഈ ആദിവാസികൾക്കുള്ളതും കൂടി ചേർത്ത് ഇവർ വാങ്ങും. ഭക്ഷണ സാധനങ്ങൾ ദുരിതാശ്വാസ പ്രവർത്തകർ കൊണ്ടുവരുമ്പോൾ അവിടെയുള്ള എല്ലാവർക്കും വേണ്ടി എന്ന് പറഞ്ഞ് വാങ്ങും. പക്ഷെ ആദിവാസികൾക്ക് അവർ കൊടുക്കുകയില്ല, അവരുടെ ആൾക്കാർക്ക് മാത്രം കൊടുക്കും. 2001 കാര്യമാണ് ഞാനിത് പറയുന്നത്. അവർക്ക് മാറ്റം വന്നിട്ടില്ല. അവരെ കണ്ണിൽ ഈ ജനം എന്ന് പറയുന്നത് എക്കാലത്തും അവരടിമകളായി കഴിയേണ്ടവരാണ്, എക്കാലത്തും അർദ്ധപട്ടിണിക്കാരായി കഴിയേണ്ടവരാണ്, തങ്ങളെ ആശ്രയിച്ച് കഴിയേണ്ടവരെന്നാണെന്നുള്ള ചിന്തയാണുള്ളത്. ആ ചിന്തയിൽ അവരങ്ങനെ കഴിയുന്നതുകൊണ്ടാണ് തങ്ങളുടെ കൂടെയുള്ള മനുഷ്യരെ പോലും മനുഷ്യരായി കാണാൻ അവർക്ക് കഴിയാത്തത്. അങ്ങനെയുള്ള ഒരു സംസ്കാരമാണ് അവർക്കുള്ളത്. അവർക്ക് കിട്ടിയിരിക്കുന്ന പഠിപ്പിക്കൽ അതാ. ആ പഠിപ്പിക്കല്, ആ സംസ്കാരം, അതുമായിട്ടാണ് നിങ്ങൾ തട്ടിച്ചു നോക്കണം മറ്റൊരു സംസ്കാരത്തെ. മിഷണറിമാരുടെ സംസ്കാരം, ക്രൈസ്തവ സംസ്കാരം, ബൈബിളിന്റെ സംസ്കാരം, അത് മനുഷ്യനെ മനുഷ്യനായി കാണാൻ പഠിപ്പിച്ചു. അതുകൊണ്ട് തന്നെ ഇവരെ ഈ ഉന്നയിക്കുന്ന ആരോപണം, മിഷണറിമാര് പാൽപ്പൊടിയും ഗോതമ്പും ഒക്കെ കൊടുത്ത് മതം മാറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഒന്ന്, അത് കഴിക്കേണ്ടുന്ന അതുപോലും കിട്ടുന്നത് സ്വർഗമെന്ന് വിചാരിക്കുന്ന ഒരു ജനത ഇവിടെ ഉണ്ടായിരുന്നു. എന്നാൽ അവരത് പരിഹാസത്തോടു കൂടെ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് നമ്മൾ ചിന്തിക്കണം. അവരെ സംബന്ധിച്ചിടത്തോളം ഈ ജനത സഹസ്രാബ്ദങ്ങളായി അവരുടെ പൂർവ്വപിതാക്കന്മാർക്ക് അടിമകളായി കഴിഞ്ഞവരാണ്. മിഷണറിമാരോടെ വന്നില്ലായിരുന്നെങ്കിൽ ഇന്നും അവരെന്തായിരിക്കും? ഇവരുടെ അടിമകളായി കഴിയേണ്ടവരാണ്. അവരെ അടിമത്വത്തിൽ നിന്ന് മോചിപ്പിച്ചത് മിഷണറിമാരാണ്. അവർക്ക് ഫുഡ് കൊടുത്ത് നിവർന്ന് നിൽക്കുമാറാക്കിയത് മിഷണറിമാരാണ്. ഇവരുടെ താന്തോന്നിത്തരങ്ങളെ ചോദ്യം ചെയ്യാൻ അവരെ പ്രാപ്തരാക്കിയത് മിഷണറിമാരാണ്. അവരുടെ അതീശത്വം ചെറുതായ വിധത്തിലെങ്കിലും അവസാനിപ്പിച്ചത് മിഷണറിമാരാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് മിഷണറിമാരോട് ഒടുങ്ങാത്ത പകയുണ്ട്. ആ പകയാണ് ഇത്തരം പരിഹാസത്തിലൂടെ പുറത്തു വരുന്നത്. അത് നമ്മൾ ശരിയായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഏതായാലും ഇങ്ങനെയുള്ള ഈ ഭക്ഷണ സംസ്കാരം ഇതൊരു ഉന്നതമായ സംസ്കാരം എന്ന് ഒരു വിധത്തിലും പറയാൻ പറ്റുകയില്ല. ഇത് നെറികെട്ടൊരു സംസ്കാരം തന്നെയായിരുന്നു. ഞാനത് പിന്നെയും ആവർത്തിച്ച് പറയുന്നത്, എൻ്റെ പിതാമഹനൊക്കെ, എൻ്റെ പൂർവ്വ പിതാമഹരൊക്കെ ഈ സമുദായത്തിലുണ്ടായിരുന്നവർ. അതുകൊണ്ടാണ് എൻ്റെ അമ്മയൊക്കെ കഥകൾ പറഞ്ഞിട്ടുണ്ട് പഴയത്. കൊയ്ത്ത് കഴിഞ്ഞിട്ട് രാത്രി നെല്ല് കൊണ്ടുവന്നിട്ട് രാത്രിയാവും വീട്ടിലെത്തുമ്പോൾ, എന്നിട്ട് അത് വറുത്ത്, പിന്നെ അത് വറുത്ത് കഴിഞ്ഞതിന് ശേഷം കുത്തി ഉരലിട്ട് ഇടിച്ച് അത് രാത്രി തന്നെ കഞ്ഞി വെച്ച് കുടിച്ച് കിടന്നുറങ്ങുമ്പോഴേക്കും ഒരു 2 മണിയൊക്കെ ആകും. എന്നിട്ട് 4-4:30 ആകുമ്പോൾ എഴുന്നേറ്റ് പിന്നെയും കൊയ്യാൻ പോകണം. ഈ കഥകളൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നോട് ചെറുപ്പത്തിൽ. അതുകൊണ്ടാണ് ഈ പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ എനിക്ക് അങ്ങ് രക്തം തിളച്ചു വരുന്നത്. ഇതിനെ നെറികെട്ട സംസ്കാരം എന്ന് ഞാൻ വിളിക്കുന്നതിൻ്റെ കാരണം അതാ. ഏതായാലും ദൈവം നമ്മെ സഹായിക്കട്ടെ.